നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു ലഭിച്ചതായി മൊഴി. ബീഹാർ സ്വദേശിയായ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിപ്പകർപ്പ് പുറത്ത്. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്രത്തിനും NTA-ക്കും സുപ്രീം കോടതി നോട്ടീസ്. ഹൈക്കോടതികളിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. നിലപാടിൽ ഉറച്ച് കെ മുരളീധരൻ. KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കില്ല. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ച് മുരളീധരൻ. തൃശൂരിലെ തോൽവിയിൽ KPCC അന്വേഷണ കമ്മീഷൻ മുരളീധരന്റെ വീട്ടിൽ. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ മരണം 36ആയി. 100-ലേറെ പേർ ആശുപത്രിയിൽ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. പെൻഷൻ വിതരണം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സർക്കാർ ക്ഷേമ പെൻഷൻ ഔദാര്യമായി കാണുന്നു. ഏതു മാസത്തെയാണെന്ന് സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ ഉത്തരവുകൾ ഇറക്കാറുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമായി വളരെ കൗശലത്തോടു കൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ ഒരു മാസത്തെ എന്ന് പറയുന്നത്. ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ. ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ വഴുതി മാറുന്നതെന്നും വിമർശനം. സമയബന്ധിതമായി കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷ ശ്രമമെന്നും മന്ത്രി. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ വൈദികർക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് ബിഷപ്പുമാർ. സിനഡിൽ വിയോജിപ്പ് അറിയിച്ച അന്തിമത്രമാർ. പുറത്താക്കൽ തീരുമാനം സഭയുടെ മധ്യയുഗ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത്. അനുരഞ്ജനത്തിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നും ആവശ്യം. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം. 5 തെങ്ങ് സ്വദേശിയായ മത്സ്യത്തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു. അപകടം പുലർച്ചെ 1:30-ഓടെ.